ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നിച്ചു 7ലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി മുയലുണ്ട്. അന്നേരം നമ്മൾ ഇന്ന് എല്ലാത്തിനും അയച്ചു വിട്ടേക്കുവാണ്. അന്നേരം ഇന്നലെ മഴയൊക്കെ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അയച്ചു വിട്ടേക്കുവാണ്, പുല്ലൊക്കെ. അങ്ങനെ അത് അയച്ചു വിട്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് അതിനെ കാണിച്ചു തരാൻ പോവാണ്. അന്നേരം നമുക്ക് നേരെ വീട്ടിലോട്ട് വരാം. ലെറ്റ്സ് ഗോ, കം ഓൺ. ഇതെന്നെ അനിയത്തി. ഇത് ബണ്ണി, ഇവന്റെ പേര് ബണ്ണി എന്നാണ്. നമ്മുടെ ബണ്ണിക്കുട്ട ഓടിപ്പോയ. നമുക്ക് അടുത്ത മുന്നെ പരിചയപ്പെടുത്തി. ഫ്രണ്ട്സ്, ഇത് രണ്ടാമത്തെ മുയലാണ്. ഇവൻ ഇവിടുത്തെ ഭയങ്കര ഓട്ടമാണ്. ഇവന്റെ പേര് ഹണ്ണി എന്നാണ്. നമുക്ക് അടുത്ത മുയലിനെ പരിചയപ്പെടാം. ഇതെന്റെ ബണ്ണിയാണ്. കുറച്ചേരം കൂടെ കണ്ണൊക്കെ കുറച്ച് വയ്യാത്തത്. ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് റാബിറ്റ്, ബണ്ണി. ഇവന്റെ പേരാണ് ബണ്ണി. ഇവനാണ് ഞങ്ങളുടെ ഫേവറേറ്റ് റാബിറ്റ്. ഓക്കെ, എന്നിട്ട് ഇവന്റെ പേരെന്താ ഗൈസ്? ബണ്ണി. അനീറ്റി എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്ന സംഭവമാണ് ബണ്ണീനെ. ഇത് വെച്ചോ. നമുക്ക് അവനെ ഇച്ചിരി പുല്ലൊക്കെ തിന്നുമെന്ന് നമുക്ക് അവനെ പുല്ലൊക്കെ തിന്നിപ്പിക്കാം. തിന്നോ, വിടടി, വിട്ടോ. അവനെ ഓടിക്കളിപ്പിക്കുകയാണ്. നമ്മളെ ബണ്ണീനെ കുറേ നാൾക്കാർക്ക് ശേഷമാണ് തുറന്നത്. അതായത് ഇതിപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഡെലിവറി കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മളെ ബണ്ണി കുറേ നാളേക്ക് തുറന്നു വിട്ട് കുളിപ്പിച്ചെടുക്കുകയാണ്. നമ്മളെ ബണ്ണിനെ കുളിപ്പിക്കുന്നത് എൻ്റെ അത്തത്തിയാണ്. ഓക്കെ, നമ്മളെ ബണ്ണിനെ നമ്മള് കുളിപ്പിച്ച് സുന്ദരനൊക്കെ ആക്കി എടുക്കാം. നമ്മുടെ ബണ്ണി നല്ല ചീറ്റി തേച്ച് നമ്മുടെ ബണ്ണി കുളിപ്പിക്കാൻ പോകുന്നു. ബണ്ണി കൊച്ചായിട്ടുണ്ട്. നല്ല വയറൊക്കെ വയറിയിരിക്കുന്നുണ്ട്. എല്ലാവരും ഇന്ന് കാണാൻ പറ്റുമ്പോൾ അത്രയൊക്കെ തടുന്നുണ്ട്. അത്ര ചെവി പിടിച്ചാൽ കാണുക. കടിക്കൊക്കെ ഇല്ല, കടിക്കത്തില്ല, മാന്തത്തൊന്നുമില്ല. കണ്ണൊക്കെ അത്തങ്ങനെ തിരിഞ്ഞു വെക്കുന്നുണ്ട്. കണ്ണൊക്കെ ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ അത്ത പറയുമ്പോൾ ഉടുപ്പൊക്കെ ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഉള്ള ഉടുപ്പിടുന്നു. അതുകൊണ്ട് നമ്മൾ കുളിപ്പിച്ചിട്ട് കാണിച്ചു തരാം. പിടിക്കണം. മോനെ, നമുക്ക് ബണ്ണീനെ കുളിപ്പിച്ച് സോപ്പൊക്കെ തേച്ച് വെള്ളം വയ്ക്കാൻ വേണ്ടി ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നമുക്കത് ഇവിടെ വെക്കാം. ഇതുവരെ സിം ചെയ്തില്ല. ബണ്ണി ആദ്യമായിട്ടാണ് സിം ചെയ്തത്. അതൊന്ന് വിട്ട് സിം ഞങ്ങളുടെ ഫേവറേറ്റ് റാബിറ്റ് ബണ്ണിയാണ് കേട്ടോ. കാലെ പിടിച്ച് വെള്ളം ഒഴിക്കണോ? ചെറിയൊരു കപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളെ ബണ്ണീനെ വെച്ചിട്ട് വെള്ളം ഒഴിക്കാം. നമുക്ക് രണ്ടാമത്തെ സോപ്പൊക്കെ തേച്ച് വെള്ളം ഒഴിക്കാൻ
കോഴി കൊണ്ടുവരാം. അയ്യേ തെറിക്കുന്നു മോനെ പുറത്തല്ല. ബണ്ണിനെ കുളിപ്പിക്കാണ് ഗൈസ്. 20 രൂപയാണ് ഗൈസ്. നമ്മളിന്നെ കുളിപ്പിച്ച് വെളുപ്പിക്കും ഗൈസ്. വെളുപ്പിക്കും. ചത്തു. ഞാൻ കുളിപ്പിക്കാം. ഞാൻ തിന്നിക്കുണ്ടോ? ആ നമുക്ക് നിച്ചുവിനെ കൂടി ഇച്ചിരി വെള്ളം ഒഴിപ്പിക്കാം. തോർത്തെടുക്കാൻ പോവാണ്. അത് വേണ്ട. ഞാൻ നമ്മളെ ബണ്ണിനെ ഇനി ഇച്ചിരി നേരം വെയിലത്തൊക്കെ ഉണക്കാൻ വെക്കണം. അവിടെ തോർത്തി കൊടുക്കട്ടെ. എന്റെ കൈ തരും ഗൈസ്. എന്റെ കൈ തന്നാ നമുക്ക് ബണ്ണിനെ ഒന്ന് കുളിപ്പിച്ചതൊക്കെ നമുക്ക് ഉണക്കി ഒന്ന് എടുക്കാം. ഓ മൈ ഗോഡ്. അത്ത എല്ലാവർക്കും സഹായം. നമ്മൾ കുഞ്ഞിനെ താഴെയുള്ള ബെൽബാറ്റ് കൂടെ പ്രസേത് അത് നിങ്ങൾ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വെള്ളം വേണ്ടാത്തോ? ഞാൻ വീഡിയോ എടുക്കട്ടെ. നമ്മൾ അടുത്ത ആളെ കുളിപ്പിക്കാൻ എടുക്കാൻ പോവാണ്. നിച്ചുമോ പോയി പിടിക്കാൻ സഹായിച്ചോട്. നമ്മളെ നിച്ചു മുയലിനെ പിടിക്കാൻ നല്ല സ്ട്രിക്റ്റ് ആണ് കേട്ടോ. ഓക്കെ നമ്മൾ അടുത്ത കുഞ്ഞിതിനെയാണ് എടുക്കാൻ പോകുന്നത്. നിച്ചുമോ പിടിക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ കൂടെ മുയലിനെ പിടിക്കാൻ ഉമ്മയും കൂടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം. നമ്മൾ അടുത്ത മുയൽ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി വണ്ടി ഇവനും പണ്ണിയല്ല കേട്ടോ, ഇവൻ ഹണ്ണിയാണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഹണ്ണീനെ പിടിച്ച് ഗൈസ്. നമ്മുടെ ഹണ്ണീനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. എടുത്തോ നിച്ചുമോ എടുത്തോളൂ. നിച്ചുമോ നമ്മുടെ ഹണ്ണീനെ പിടിച്ചോ ഗൈസ്. എൻ്റെ നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പിടിക്കണോ വീഡിയോ? ഗൈസ് നമ്മുടെ മുയലിനെ നമ്മൾ രണ്ടാമത്തേനും കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച ഇപ്പോൾ കാണിച്ചു തന്നിട്ട് വരാം. നമ്മൾ നേരത്തെ കുളിപ്പിച്ച് വെച്ച സാധനം എവിടെ കയറിയിരിക്കാൻ നോക്കിയേ. അവിടെ ടാങ്കിനാണ് കയറിയിരിക്കുന്നത് നമ്മളെ ബണ്ണി. ഷോ നമുക്കിനി കുളിപ്പിക്കുന്നതിൻ്റെ അടുത്ത് പോയിട്ട് വരാം. നല്ല രസമാണ് ഇതിൻ്റെയൊക്കെ കുളിപ്പിക്കാൻ കേട്ടോ ഗൈസ്. സമ്മതിക്കത്തില്ല, പിന്നെ കുളിപ്പിക്കണം. നമ്മുടെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നു. വെള്ളം ഒഴിച്ചേ. നമ്മളെ കുളിപ്പിച്ച് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചേക്കാണ്. വെള്ളം ഒഴിക്കുന്നത് ഗൈസ്. അടിപൊളി. ഞാനാണ് ഇച്ചിരി നേരമുള്ള ക്യാമറമാൻ. ഗ്യാസ് നമ്മളെ കുട്ടപ്പൻ ഇവിടെ ഇരിപ്പുണ്ട്. ദാണ്ടവനെ നമ്മൾ പിടിക്കാൻ പോവാണ്. എവിടേക്ക് പോന്നേ? ഓടിപ്പോയി കയറി. നമുക്ക് ഈ വലുതിനൊക്കെ കുളിപ്പിക്കാൻ പിടിക്കാനുള്ള ഇതുള്ളൂ പാടായിട്ടുള്ളു. വലുതിനെ പിടിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. നമുക്ക് ഇതുവഴി പോവാം. എന്നിട്ട് അതിനെ പിടിച്ചോണ്ട് വരാം. നമ്മളെ കുട്ടപ്പൻ എൻ്റെ കീഴിൽ കയറിയിട്ടുണ്ട്. നമ്മൾ കുറേ ദിവസമായി ഇതിനൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ട് ഇതാക്കണ്ട. വെള്ളം ഒഴി. നമ്മൾ വെള്ളം കോഴി ഒഴിക്കാൻ പോവാണ് ഗ്യാസ്.
എൻ്റെ കാര്യം കണ്ട ചെളിയായി. നമുക്കൊന്ന് കൈകിട്ട് വരാം. നമുക്ക് ചെളിയൊന്ന് കൈകിട്ട് വരാം. നമ്മൾ കുളിപ്പിച്ചെടുക്കുന്നു ഗ്യാസ്. ഓ അടിപൊളി അടിപൊളി. വെള്ളച്ചാട്ടം വീഴുന്നേ, മുയലിന്റെ മേത്ത് വെള്ളച്ചാട്ടം വീഴുന്നേ. നമുക്കിനി ഇവനെ ഒന്ന് തോർത്തിയെടുക്കണം. നമുക്കൊന്ന് തോർത്തിയെടുക്കാം. ചൂണ്ടുടുപ്പിൽ നിറച്ച് വെള്ളമായി ഗൈസ്. കുളിപ്പിച്ച് ഞാൻ പിന്നെ മുയലിൻ്റെ അടുത്തുനിന്ന് പോയി തന്നെ എൻ്റെ ഡ്രസ്സ് നല്ല നൈസിന് കിടക്കുകയാണ്. നമ്മുടെ ഉമ്മാച്ചി ഇവിടെ തോർത്തിക്കൊണ്ടിരിക്കും ഗൈസ്. നമ്മുടെ രണ്ടാമത്തെ മുയലിനെ മൂന്നാമത്തെ മുയലിനെ നമ്മൾ കുളിപ്പിക്കാൻ പോയിട്ട് ഇവിടെ പിരിയാണ് ഗൈസ്. നമ്മൾ കുളിപ്പിക്കാൻ പോകുന്നു ഗൈസ്. ഇതാ നമ്മുടെ കുളിപ്പിച്ച് സുന്ദരനാക്കാൻ പോകുന്നു ഗൈസ്. ആ പിടിച്ചോണ്ട് വരാം. ശരി. അല്ല പൈപ്പിന്ന് പിടി. അങ്ങനെയല്ല നമ്മുടെ പൈപ്പിന് വെള്ളം നിറയുന്നവരെ നമുക്ക് പിന്നെ ഇങ്ങോട്ട് കുളിപ്പിക്കുന്നതെന്ന് കാണാം. നോക്കട്ടെ. പൊക്കാൻ പറ്റത്തില്ലേ? നമ്മുടെ മുയലിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തേച്ച് വളപ്പിക്കാൻ പോകണമെന്ന്. പിന്നെ അതുകൊണ്ട് ബാക്കിയുള്ള രണ്ടെണ്ണം കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്ക് അവനെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഇവന്മാരിവിടെ ഇന്ന് ഉണക്കുവാണ് ഗാസ്. നമ്മുടെ ഹണ്ണി, നമ്മുടെ ബണ്ണി രണ്ടുപേരും ഇരിപ്പുണ്ട്. ഉണങ്ങിയോടാ ഡാഡാ, ഉണങ്ങി കഴിഞ്ഞോ ഇല്ലേ? അവിടെ നിന്ന് ഉണങ്ങി നോക്കിയോട്ടെ. ഡാൻസ് ഒക്കെ കളി ഡാൻസ് ഒക്കെ കളിയുടെ ഒന്ന്. അവന്മാരവിടെ നിന്ന് ഉണങ്ങിക്കോട്ടെ. നമുക്ക് ഇവനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചേക്കാം. കുളിപ്പിക്കാന്ന് എന്തോത്തിന്? അഴുക്കുണ്ടോ? ആണോ? ഞാൻ കുളിപ്പിച്ചെടുക്കട്ടെ ഗൈസ്. നമ്മുടെ അനിയത്തിയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. അങ്ങനെ നമ്മുടെ മുയലിനെ നമ്മൾ തോർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവനെ തോർത്തി അവിടെ കൊണ്ടുവെക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കുട്ടന്മാരെ ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഇവന്മാർ കുഞ്ഞായതുകൊണ്ട് നമുക്കൊന്ന് നോക്കണം. എപ്പോഴും വന്നിട്ട് നേരെയൊക്കെ കഴിയുമ്പം അതാ നമ്മുടെ വലിയവനെയും കൊണ്ടുവച്ചിട്ടുണ്ട് ഗ്യാസ്. ഓക്കെ, നമ്മളൊക്കെ എന്നിട്ട് അടുത്ത മുയലിനെ പിടിക്കാൻ പോവാം ഗൈസ്. ഒരു പാട്ട് പാടി കൊടുക്ക്. നമ്മുടെ വീഡിയോ എന്നൊരു ഇവിടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ എല്ലാ മുയലിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് അന്നേരം നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് താഴെ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമ്മൾ പിന്നീട് വരുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ.